ഞാൻ തൊലഹത്ത് റോയൽ കസ്റ്റമർ കാവന്നൂർ. ഇന്ന് കാണിക്കുന്നത് ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്തൊരു വീഡിയോൻ്റെ ഒരു തുടർച്ചയാണ്. അതായത് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഡെലിവറിയാണ്. 2000 BS3 വണ്ടി സ്റ്റാൻഡേർഡ് ഒരു പുതിയ കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. പക്ക മിറർ ഗ്ലേസിങ് ആയിരിക്കും. പെയിൻറ്റിങ്, കട്ടിങ് പോളിഷിംഗ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു വാക്സ് കോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. കട്ടിങ് പോളിഷിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. കട്ടിങ് പോളിഷ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ള അറിയുന്നവർക്കറിയാം. ആ പെയിൻറ്റിങ്ങിന് യഥാർത്ഥ ഗ്ലോസ് നഷ്ടപ്പെട്ട് നമ്മൾ വാഷ് ചെയ്യുന്നതിനനുസരിച്ച് മങ്ങി വരും കട്ടിങ് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ. ഡിസ്ക് ബ്രേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ടാങ്ക് മോണോഗ്രാമൊക്കെ ടാങ്ക് ബാഡ്ജ് വരുന്നത് നമ്മളെ ജെ സീരീസിൻ്റെ ആണ്. നല്ല ഭംഗിയുണ്ട്. ഞാൻ ഒന്ന് വണ്ടി റോഡിലേക്ക് ഇറക്കുകയാണ് കേട്ടോ. നോയ്സ് നോക്കട്ടെ, അതായത് എൻജിൻ്റെ എന്തെങ്കിലും സൗണ്ട് ഉണ്ടോ നോക്കാം. സ്റ്റോക്ക് സൈലൻസറാണ് വെച്ചത്, അതുകൊണ്ട് സൗണ്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. നോക്കാം, സ്റ്റാർട്ടിങ്ങിലാണ് വണ്ടി ഉള്ളത്. എൻജിൻ്റെ ഒരു സൗണ്ടും തന്നെ ഉണ്ടാവില്ല. എൻജിൻ വളരെ സൈലൻ്റാണ്. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണുള്ളത് കേട്ടോ. കസ്റ്റമർ ഇപ്പം ഓൺ ദ വേ ആണ്, വരുന്ന വഴിയാണ്. മഴയായത് കാരണം ഇറക്കാൻ മടിച്ചിട്ടായിരുന്നു. അപ്പോൾ മഴ റോഡൊക്കെ ഉണങ്ങിയതിൻ്റെ ശേഷമാണ് ഇറക്കുന്നത്. കസ്റ്റമർ കൊടുക്കുന്ന സമയത്ത് ചളിയൊക്കെ തെറിച്ച് നമുക്ക് വീണ്ടും ഒരു പണിയാവും. അതുകൊണ്ട് ഞാൻ ഇറക്കിയിട്ടില്ല. വണ്ടി ഇപ്പോൾ നിലവിലെ കണ്ടീഷനിൽ ഓടിക്കാൻ ഒരു പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കി ഓടിക്കുന്ന ആ ഒരു ഫീലാണ് കിട്ടുക. അത് കസ്റ്റമർക്ക് അതിനിപ്പോൾ പറയാൻ പറ്റില്ല, എനിക്കത് പറയാൻ അവകാശമില്ലെങ്കിലും കൂടെ അവരെ വെച്ചിട്ട് റിവ്യൂ എടുക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ തന്നെ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്ത് തന്നെ ആയാലും വണ്ടി ഒന്ന് റീസ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ, അതായത് എൻജിൻ ഓടി സെറ്റായ സ്റ്റാൻഡേർഡ് റീസ്റ്റോർ ചെയ്ത് ഇറക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഫീലിംഗ് ആണ് വണ്ടി ഓടിക്കാൻ. ഒന്നാമത് ലുക്ക് വൈസ് എന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ പുതിയ വണ്ടി എന്നുള്ള ഫീലിംഗ് കിട്ടും. അതുപോലെ തന്നെ ഒരു പഴയ വണ്ടി ഓടിക്കുന്ന ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. ആ രണ്ട് ഗുണങ്ങളും ഒരേമാതിരി കിട്ടും എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് നമ്മൾ റീസ്റ്റോർ ചെയ്ത് ഇറക്കുമ്പോൾ ഫീൽ ചെയ്യുക. അതായത് പിൻ ടു പിൻ റീസ്റ്റോർ ചെയ്യുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എല്ലാ ഞെട്ടുകളും ബോൾട്ടുകളും കറക്റ്റായിട്ട് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി, ഞെട്ട് ബോൾട്ട് ലൂസുള്ള കാര്യമൊക്കെ ടൈറ്റായി, അതായത് റീസെറ്റ് ചെയ്യുമ്പോൾ ഫുള്ള് ടൈറ്റായിട്ട് ഫുള്ള് സെറ്റായി വരികയാണല്ലോ. അപ്പോൾ വണ്ടിക്ക് കാര്യങ്ങൾ വൈബ്രേഷനൊക്കെ താരതമ്യേനെന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ പിന്നെ അങ്ങ് കുറയും, ഇല്ലാതാവും. ഫ്രഷ് വണ്ടിക്ക് എങ്ങനെ അതേ ഫീല് കിട്ടും. പിന്നെ അതിനോട് കൂടെ തന്നെ നമ്മൾ ഇതിന് ചെയ്തേക്കുന്ന ക്യാം സെറ്റിംഗ് ആണ്. അതായത് ക്യാമിലിൻ്റെ സൗണ്ടോ ടാപ്പിൻ്റെ നോയ്സോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ക്യാം സെറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ക്യാമിൻ്റെ സ്ലീവ് മാറ്റിയിട്ട് ചെയ്യാം. സ്ലീവ് മാറ്റാതെ ക്യാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് ആ സ്മൂത്ത്നെസ് കിട്ടില്ല. പിന്നെ ക്യാമ്പിൽ മാറ്റി സ്ലീവ് അടിക്കുക എന്നുള്ളതൊക്കെ, അത് ക്യാമ്പിൽ സ്ലീവ് അടിക്കുന്നതിൽ ഏറ്റവും നല്ല ക്യാമ്പിൽ നിങ്ങൾക്ക് പുതിയ വാങ്ങിച്ചിട്ട് കേട്ടോ. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മൾ ക്യാമ്പിലെ നോയ്സ് മാറുന്നില്ലെങ്കിൽ അത് ക്യാമ്പിൽ അയച്ചാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ക്യാമ്പിൽ പോയതാണോ, സ്ലീവ് പോയതാണോ, അതല്ലെങ്കിൽ ക്യാമ്പ് സ്ലീവ് പോയതാണോ എന്നുള്ളത്. എക്സ്പീരിയൻസുള്ള മെക്കാനിക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയതാണത്. വണ്ടി എവിടെയാണ് എന്തുകൊണ്ടാണ് പ്രശ്നം, എവിടെയാണ് ടാപ്പിൽ സൗണ്ട് എന്നുള്ളത്. അതിനാദ്യമായിട്ട് വേണ്ട കസ്റ്റമറിനോട് ക്ഷമ വേണം. പെട്ടെന്ന് വണ്ടി ഇട്ട് പോയിട്ട് എനിക്ക് ഇന്ന് തന്നെ നടക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന കേസല്ല ക്യാം സൗണ്ട് പിന്നെ വണ്ടി സൈലൻ്റ് ആക്കുക എന്നുള്ളത്. കുറച്ചൊരു ക്ഷമ വേണ്ട സംഗതിയാണ്.
സ്റ്റാൻഡേർഡിൻ്റെ മാത്രം പ്രത്യേകത ലോ ആൻഡ് ടോർക്ക്. എനിക്ക് സ്റ്റാൻഡേർഡ് ഇഷ്ടം തന്നെയാണ്. ബാക്കിയുള്ള കാര്യം സ്റ്റാൻഡേർഡ് എനിക്ക് ഇഷ്ടമല്ല, കാരണം സെൽഫ് സ്റ്റാർട്ട് ഇല്ല എന്നുള്ളതാണ്. എനിക്ക് കിക്ക് ചെയ്ത് സ്റ്റാർട്ടാക്കാന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ചില സമയങ്ങളിൽ നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു പ്രാക്ടിക്കൽ വൈസ് നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഇപ്പോൾ കാലികമല്ല എന്ന് തന്നെ പറയാം. പക്ഷേ അതിന് പ്രതിവിധിയായിട്ട് നമുക്ക് സെൽഫൊക്കെ പൈസ ഉള്ളവർ സെൽഫൊക്കെ ആഡ് ചെയ്ത് ഓടിക്കാവുന്നതേ ഉള്ളൂ. റിസർവേഷൻ എടുക്കുന്ന വണ്ടികൾ കഴിയുന്നതും വണ്ടി എഞ്ചിനൊന്നും അയക്കാത്ത വണ്ടികൾ നോക്കിയെടുക്കുക കേട്ടോ. എഞ്ചിൻ അയച്ച് ഇപ്പോഴുള്ള കൂടുതലും ഇപ്പം നമ്മൾ ആരും ഞാൻ കുറ്റപ്പെടുത്തുമൊന്നുമല്ല, കൂടുതലായിട്ട് ഇൻഡസ്ട്രിയൽ വർക്കൊക്കെ എടുത്ത് നശിപ്പിച്ച വണ്ടികളുണ്ട്. പിന്നെ വെറും ഒരു 1000, 1000, 2000 രൂപ ലാഭത്തിനൊക്കെ വേണ്ടിയിട്ട് ഒപ്പിച്ചൊക്കെ പണിതാളും. ക്രാങ്കിൻ്റെ പിന്നെ ബെയറിങ്, ക്രാങ്ക് ഓവർ ടൈറ്റ് ചെയ്തിട്ട് കറക്റ്റ് പ്ലേ കൊടുക്കാതെ ഓവർ ടൈറ്റ് ചെയ്ത് ക്രാങ്ക് സെറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് കേട്ടോ. മറ്റുള്ളത് എങ്ങനെയാണെന്ന് അറിയില്ല. എന്നിട്ട് ഇതിന് എത്ര പ്ലേ വേണമെന്നില്ല, സീറ്റിൻ്റെ എക്സ്പാൻഷൻ എത്ര ഉണ്ടെന്ന് അറിയാത്തവർ ഇത് കറക്റ്റ് അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കും വണ്ടി. ഫലത്തിൽ ഒരു 6 മാസം കഴിയുമ്പോൾ അതേമാതിരി ക്രാങ്ക് നോയ്സ് തുടങ്ങും. അതാണ് സംഭവിക്കുക. അപ്പോൾ നിങ്ങൾ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി എഞ്ചിൻ ഓപ്പൺ ചെയ്യാത്ത വണ്ടി ക്രാങ്കിൻ്റെ വർക്ക് ഉണ്ടെങ്കിലും കൂടെ നിങ്ങളെ വണ്ടി എടുത്തിട്ട് ഒറിജിനൽ പാർട്സ് ഇട്ടിട്ട് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. എന്നാൽ പിന്നെ ആ ഒരു ഭാഗം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ അറിയാവുന്ന മെക്കാനിക്സിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഒറിജിനൽ പാർട്സ് ഇട്ടിട്ട് അതേമാതിരി ഇൻഡസ്ട്രിയൽ വർക്കേഴ്സും നന്നാവണം. ഒറിജിനൽ പാർട്സ് ഇട്ടിട്ട് ക്രാങ്ക് പിന്നെ ബെയറിങ്ങും അസംബ്ലി കംപ്ലീറ്റ് അങ്ങ് മാറ്റിക്കളയാം. പിന്നെ അതേമാതിരി തന്നെ ക്രാങ്ക് പിസ്റ്റൻ്റെ വർക്ക് എടുക്കുന്ന സമയത്ത് പറഞ്ഞ് സിലിണ്ടർ കിറ്റ് മാറ്റിക്കളയാം. ഒരു 5 രൂപൻ്റെ മാറ്റമൊക്കെ ഉണ്ടാവുള്ളൂ, മാറ്റി വരും. 5 രൂപൻ്റെ മാറ്റത്തിന് നിങ്ങൾക്ക് ആ ഒരു ലൈഫ് ആ വണ്ടി കിട്ടുന്നുള്ളതാണ്. മൈലേജ് നല്ല രീതിയിൽ മാറ്റുന്ന, പെർഫോമൻസ് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. നമ്മൾ ക്രാങ്ക് ബോർ ചെയ്ത് കൊടുക്കാറില്ല, പിസ്റ്റൺ ബോർ ചെയ്ത് നമ്മൾ ചെയ്യാറില്ല. നമ്മൾ കസ്റ്റമർ പറഞ്ഞ് മനസ്സിലാക്കാറാണ് പതിവ്. കാരണം കാറിനൊന്നും മാതിരി അത്ര എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. ഒരു 7 സംതിങ് മാത്രമാണ് ഇതിൻ്റെ പിസ്റ്റൺ പിന്നെ സെറ്റിന് വരുന്നത്. അത് നമ്മൾ സെറ്റ് ചെയ്ത് ക്രാങ്ക് പിസ്റ്റൺ ബോർ ചെയ്ത് വരുമ്പോൾ 2 രൂപേൻ്റെ അടുത്തൊക്കെ അതൊക്കെ മൊത്തത്തിൽ വരും. അതിനേക്കാളും നല്ല അത് നമ്മൾ ഡെയിലി പെട്രോൾ അടിച്ച് ഓടുന്നൊരു വണ്ടിക്ക് നമ്മൾ ആ ഒരു എക്സ്ക്യൂസ് ചെയ്യാതിരിക്കാൻ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് പറയാനുള്ളത്. കാരണം ബൈക്ക് എന്ന് പറഞ്ഞാൽ ഡെയിലി യൂസാണ്. അപ്പോൾ അതിന് ഡെയിലി നമ്മൾ പെട്രോൾ അതിൽ ഒഴിക്കണം. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ പോകുന്ന ആ ഒരു മാസം പോകുന്ന പൈസ മതി നമുക്ക് ആ പിസ്റ്റൺ ഒന്നിച്ച് മാറ്റാൻ. അതും ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഈ ഒരു വണ്ടിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ലോ ആൻഡ് ടോർക്കാണ് നോക്കാൻ പോകുന്നത്. ലോ ആൻഡ് ടോർക്ക് സ്റ്റാൻഡേർഡ്, ലോ ആൻഡ് ടോർക്ക് സ്ഥിരം. ഞാനിപ്പോൾ ക്രാങ്ക് വെയിറ്റ് കറക്റ്റ് സ്റ്റാൻഡേർഡിന് എത്ര ക്രാങ്ക് വെയിറ്റ് ഉണ്ട് എന്നുള്ള നാളെ ശരിക്കും നിങ്ങൾ മുന്നിൽ മെഷർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ആ ത്രാസിൽ വെച്ചിട്ട് എത്രയാണ് ക്രാങ്ക് വെയിറ്റ് വരുന്നതിൽ മെഷർ ചെയ്ത് കാണിച്ചു തരാം. സ്റ്റാൻഡേർഡിന് എത്ര ക്രാങ്കാണ് വരുന്നത്. നമ്മൾ വെറുതെ 10.5, 10.4 എന്ന് പറയണ്ടല്ലോ, ശരിക്ക് നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ. ഞാൻ പറഞ്ഞ സ്റ്റാൻഡേർഡിൻ്റെ ഒരു റൈഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വേറൊരു ക്വാളിറ്റി തന്നെയാണ്, ഒന്നും പറയാനില്ല. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു മൈനസ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പിന്നെ സെൽഫ് സ്റ്റാർട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡിസ്ക് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് വലിയൊരു വിഷയം എനിക്ക് തോന്നാറില്ല. ഇപ്പോൾ ഡ്രം ബ്രേക്കാണ് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഡിസ്കിൻ്റെ അത്ര തന്നെ എഫക്റ്റ് അല്ലെങ്കിൽ എഫക്റ്റീവാണ്. അത് പിടിക്കുന്ന മാതിരി പിടിക്കണം എന്നേ ഉള്ളൂ, പമ്പ് ചെയ്ത് പിടിക്കണം. ബ്രേക്ക് ചെയ്ത് തന്നെ ആയാലും ഡിസ്ക് ബ്രേക്ക് ആഡ് ചെയ്യുന്നവർ വെറുതെ ക്ലാസിക്കിൻ്റെ ഒക്കെ ഫോർക്കൊക്കെ കയറ്റിയിട്ട് വലിയ ഒരു പൈസ വെറുതെ ചിലവാക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കമ്പനി തന്നെ അതിന് ഡിസ്ക് ബ്രേക്കിൻ്റെ കിറ്റ് വരുന്നുണ്ട്, 10 സംതിങ് വരുന്നത്. ആ കിറ്റ് അങ്ങ് വാങ്ങി സ്പോക്സ് സെറ്റ് ചെയ്ത് കയറ്റി ആ ട്യൂബിൻ്റെ മുകളിൽ ചെറിയ വർക്ക് എടുത്ത് കയറ്റിയാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊന്നും അറിയാത്തവരാണ് കംപ്ലീറ്റ് ഫോർക്കിൻ്റെ ട്യൂബൊക്കെ മാറ്റിയിട്ട് വെറുതെ ഒരു എക്സ്പെൻസീവ് ഡിസ്ക് മാറ്റുന്നതിലേക്ക് വരുത്തുന്നത്. അതൊന്നും ആവശ്യമില്ലാത്തൊരു വർക്കാണ്. കമ്പനി തന്നെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ക്ലാമ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇതിലേക്ക് തന്നെ ഡയറക്റ്റ് സെറ്റാവുന്ന രീതിയിലാണ് ആ കിറ്റ് ഇറക്കിയിരിക്കുന്നത്. അത് നമ്മൾ എക്സ്ട്രാ ഫോർക്കിൻ്റെ അസംബ്ലി ഒന്നും മാറ്റിയിട്ട്, ഫോർക്ക് ബോട്ടം ട്യൂബിൻ്റെ അസംബ്ലി ഒന്നും മാറ്റിയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ ലോ ആൻഡ് ടോർക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ സ്ലോ ഡൗൺ ചെയ്യാണ്. ഈ വണ്ടി ഇപ്പോൾ ഓടിയേക്കുന്ന കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൽ കാണിക്കുന്നത് 20,000 ആണ്. മീറ്റർ മാറിയതാട്ടോ. ആ മുകളിൽ 13 മീറ്റർ അല്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ വണ്ടി എത്ര സ്പീഡിലാണുള്ളത് നോക്കുക. 30 സ്പീഡിലാണ് വണ്ടി ഉള്ളത് കേട്ടോ. അത് ടോപ്പിൽ 30 സ്പീഡിലാണ് വണ്ടി ഓടുന്നത്.
ഇതിൽ ഞാൻ ഗ്രാജ്വലി സ്പീഡ് എടുക്കുകയാണ്. അത് 35 ഇത് സ്റ്റേബിൾ ആവുന്നുണ്ട്. 40 അടിപൊളിയാണ്. 35 സ്റ്റേബിളായിട്ട് വണ്ടി ഓടാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ വീണ്ടും സ്ലോ ഡൗൺ ചെയ്യാണ്. ഞാനിപ്പോൾ വണ്ടി നേരത്തെ കയറുന്ന വണ്ടി ഗിയർ ചേഞ്ച് ചെയ്തിട്ടേ ഇല്ല കേട്ടോ. വണ്ടി ആ വിളക്കുന്ന സമയത്ത് ഒരു ഗിയർ ചേഞ്ച് ചെയ്തെന്നുള്ള വേറെ ഗിയർ ചേഞ്ചിങ് ആവശ്യം വന്നിട്ടില്ല. ഓക്കെ 35 പോകുന്നുള്ളൂ വണ്ടി. പിന്നെ വെറുതെ ഞാൻ 30 പറയണ്ടല്ലോ. 35 സ്പീഡിൽ പോകുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെ ഇപ്പോൾ ജെ സീരീസ് പ്ലാറ്റ്ഫോമിൽ വേണ്ട ജെ സീരീസ് പ്ലാറ്റ്ഫോം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന എൻജിൻ വളരെ സ്മൂത്താണ്, വളരെ സൈലൻ്റാണ്. പിന്നെ സാധാരണ ന്യൂജനെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വണ്ടിയും പുതിയ മോഡൽ തന്നെ ആയിരിക്കും. കാരണം അതേമാതിരി വൈബ്രേഷൻ ഇഷ്ടപ്പെടാത്ത ആളുകൾക്കും പുതിയ മോഡൽ വണ്ടിയായിരിക്കാം ഇഷ്ടം. പക്ഷേ ഞാൻ റോയൽ എൻഫീൽഡ് എന്ന പഞ്ച് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ഒന്നുകിൽ CI എൻജിൻ അതല്ലെങ്കിൽ UC എൻജിൻ തന്നെ പറ്റുള്ളൂ. അല്ലാത്ത വണ്ടികളൊന്നും ഒരു എഫക്റ്റ് കിട്ടൂല. സൈലൻസർ മാറ്റി വെച്ചിട്ട് നിങ്ങൾ പൊട്ടിച്ച് ഓടണം എന്നുണ്ടെങ്കിലും ആ ഒരു ബാസ് കിട്ടണം, മുഴക്കം കിട്ടണം എന്നുണ്ടെങ്കിൽ UC എൻജിനെ പറ്റുള്ളൂ, അല്ലെങ്കിൽ CI എൻജിൻ വേണം. അത് ഏറ്റവും ബാസുള്ള നോയ്സ് കിട്ടുക UC സ്റ്റാൻഡേർഡിലായിരിക്കും കേട്ടോ. ക്ലാസിക്കിൽ അത്ര തന്നെ കിട്ടില്ല. ക്ലാസിക് റാങ്ക് വെയിറ്റ് കുറവാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞത് അടിക്കടി ഗിയർ മാറ്റേണ്ട കാര്യമില്ല. ടോപ്പ് ഗിയറിൽ മാക്സിമം സ്പീഡ് കുറച്ചിട്ടും കൂടെ ഓടാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ടോർക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായിക്കൊണ്ടൊന്നുമില്ല. ആ ടോപ്പ് ഗിയറിൽ തന്നെ മാക്സിമം സ്പീഡ് കുറച്ചിട്ട് ഓടാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് UC സ്റ്റാൻഡേർഡിൻ്റെ പ്രത്യേകത. CI എൻജിൻ്റെ പ്രത്യേകത തന്നെയാണ്. CI എൻജിൻ എല്ലാ വണ്ടിയും അങ്ങനെയല്ല, ക്രാങ്ക് വെയിറ്റിലെ വണ്ടികൾക്ക് മാത്രം. UC സ്റ്റാൻഡേർഡ് പിന്നെ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉദിക്കുന്നില്ല. എല്ലാ UC സ്റ്റാൻഡേർഡും 10.5 ക്രാങ്ക് വെയിറ്റ് വരുന്ന വണ്ടിയാണ്. 10.4 10.5. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ നാളെ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.